ഹലോ എവരിവൺ, നമ്മൾ 9th ക്ലാസ്സിലെ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th ചാപ്റ്റർ, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ തീർത്തിരുന്നു. ആ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് 6th ചാപ്റ്റർ ആണ്. 6th ചാപ്റ്ററിന്റെ പേര് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം. നമുക്കറിയാം നമ്മുടെ ഒരു ബേസിക് നേച്ചർ ആണ്, അതായത് മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കൈകളിൽ എന്ത് തരത്തിലുള്ള വസ്തുക്കൾ കിട്ടിയാലും നമ്മൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തരംതിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവകളെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ അതുപോലെ തന്നെ അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ അവയുടെ തന്നെ സ്വഭാവ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ഈ ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തുന്നുണ്ട്. ഇനി കൂടുതൽ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അന്ന് പഠിച്ച ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണം. ഇത് കൊണ്ടുവന്ന ആണെന്ന് പറയുന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം എത്ര കിങ്ഡംസിലാണ് ഉൾക്കൊള്ളുന്നത്, 5 കിങ്ഡംസ് അല്ലെ. ഏതൊക്കെയായിരുന്നു ആ 5 കിങ്ഡംസ് എന്ന് പറയുന്നത്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അപ്പൊ ഇങ്ങനെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ മൊത്തം അദ്ദേഹം എത്ര കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചത്? 5 കിങ്ഡംസ് ആയിട്ടാണ്. അതുകൊണ്ട് ആ ക്ലാസിഫിക്കേഷൻ എന്തെന്ന് വിളിക്കുന്നു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കൊണ്ടുവന്ന ആളാരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ബാക്ടീരിയകളായിരുന്നു അല്ലെ. ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താണ്? അവർ യൂണിസെല്ലാർ ആണ്, അതുപോലെ തന്നെ പ്രോകാരിയോട്സ് ആണ്. യൂണിസെല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകകോശ ജീവികളാണ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സെല്ലിനകത്തിൽ എന്തില്ല, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകൾ വരുന്ന കിങ്ഡമാണ് ഏതെന്ന് പറയുന്നത് കിങ്ഡം മൊനീറ. ദെൻ അടുത്തതെന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ ആയിരുന്നു. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികളും യൂണിസെല്ലാർ ആണ്, ഏകകോശ ജീവികളാണ്. പക്ഷെ അവർ യൂക്കാരിയോട്സ് ആണ്. അവർക്ക് ഒരു നല്ല ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം അവരുടെ സെല്ലിൽ ഉണ്ടായിരിക്കും. ഇനി പ്രോട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം തുടങ്ങിയവ. മൂന്നെന്ന് പറയുന്നത് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികളെല്ലാം യൂക്കാരിയോട്സ് ആണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് എന്തോ ഉണ്ട്, ആ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അത് കൂടാതെ തന്നെ ഇവരെന്ന് പറയുന്നത് ഒന്നുകിൽ യൂണിസെല്ലാർ ആകാം അല്ലെങ്കിൽ മൾട്ടി സെല്ലാർ ആയിരിക്കും. കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ആണ് ഫംഗസുകൾ അല്ലെങ്കിൽ പൂപ്പലുകൾ. ദെൻ അതുപോലെ തന്നെ മഷ്റൂം, കൂണൊക്കെ ഏതിലാണ് വരുന്നത്? കിങ്ഡം ഫഞ്ചൈയിലാണ്. നാലെന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റ്. പ്ലാന്റയിൽ വരുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതായത് എല്ലാ ഹരിത സസ്യങ്ങളും വരുന്നത് കിങ്ഡം പ്ലാന്റയിലാണ്. ഇവരെന്ന് പറയുന്നത് യൂക്കാരിയോട്സ്, അതായത് ന്യൂക്ലിയസ് ഉള്ളവരാണ്. ദെൻ ഇവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, ഹരിതകമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് നടത്തും? ഫോട്ടോസിന്തസിസ് നടത്തും അല്ലെ. പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവുള്ളവരാണ്. ഏതിൽ വരുന്നത്? കിങ്ഡം പ്ലാന്റയിൽ വരുന്നവർ. ദെൻ അടുത്തത് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് ഓൾ മൾട്ടി സെല്ലാർ ആനിമൽസ്, അതായത് എല്ലാ ബഹുകോശ ജീവികളായ ജന്തുക്കളും വരുന്നത് ഏതിലാണ്? അനിമേലിയയിലാണ്. ഇവരെല്ലാം തന്നെ യൂക്കാരിയോട്സ് ആണ്. അപ്പൊ ഇങ്ങനെ ജീവികളെ മൊത്തത്തിൽ എത്ര കിങ്ഡംസ് ആയിട്ടാണ് വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്? 5 കിങ്ഡംസ് ആയിട്ടാണ് അല്ലെ. ഇനി ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോൾ ബൗസ് ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കിങ്ഡം മൊനീറയെ കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ കിങ്ഡം മൊനീറയിൽ വരുന്നത് ബാക്ടീരിയകളാണല്ലോ. ഈ എല്ലാ ബാക്ടീരിയകളും, അതായത് ഈ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്ന എല്ലാ ബാക്ടീരിയകളുടെയും സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന ഒരുപോലെയല്ല. ചില ബാക്ടീരിയകൾ എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷൻസിലായിരിക്കും ജീവിക്കുന്നത്, അതായത് മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ കാണും. പക്ഷെ ചില ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ അവരുടെ സെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കോശത്തിന്റെ ഘടനയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവയുടെ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തുക്കളൊക്കെ സാധാരണ ബാക്ടീരിയകളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഈ കിങ്ഡം മൊനീറയെ വീണ്ടും 2 കിങ്ഡംസ് ആയിട്ട് തിരിച്ചു. അതായത് കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കിയ. അപ്പൊ ഏതൊക്കെ കിങ്ഡംസ് ആയിട്ടാണ് കിങ്ഡം മൊനീറയെ വീണ്ടും അദ്ദേഹം തിരിച്ചത്? കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കിയ. അതായത് കിങ്ഡം ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നോർമൽ സെൽ സ്ട്രക്ചർ ഉള്ള സാധാരണ ഒരു കോശത്തിന്റെ ഘടനയുള്ള ബാക്ടീരിയകളെല്ലാം വരുന്നത് ഏതിലാണ്? കിങ്ഡം ബാക്ടീരിയയിലാണ്. ഇനി കിങ്ഡം ആർക്കിയ എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്ന, അതായത് എത്ര കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ചില ബാക്ടീരിയകളുണ്ട്. അവരുടെ സെൽ സ്ട്രക്ചറും ജനറ്റിക് മെറ്റീരിയലും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ബാക്ടീരിയകളെ ഉൾപ്പെടുത്തിയ കിങ്ഡമാണ് കിങ്ഡം ആർക്കിയ. അപ്പൊ പോൾ ബൗസ് എത്ര കിങ്ഡംസ് കൊണ്ടുവന്നു? 6 കിങ്ഡംസ് കൊണ്ടുവന്നു അല്ലെ. ആ ക്ലാസിഫിക്കേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഈ 6 കിങ്ഡംസ് ഏതൊക്കെയാണ്? കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ,
കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അപ്പൊ RH വിറ്റാക്കർ കൊണ്ടുവന്ന ബാക്കി 4 കിങ്ഡംസും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കിങ്ഡം മൊനീറയിൽ വരുന്ന ബാക്ടീരിയകൾക്ക് ചില ബാക്ടീരിയകൾക്ക് സെൽ സ്ട്രക്ചറിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കിങ്ഡം മൊനീറയെ വീണ്ടും 2 കിങ്ഡംസ് ആയിട്ട് തിരിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് ആ കിങ്ഡംസ്? കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കിയ. 6 കിങ്ഡംസ് ഏതൊക്കെയാണ്? കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇനി ഇത് കൂടാതെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കോൾ ലിനേഴ്സ് കൊണ്ടുവന്ന വർഗീകരണ തലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ജീവികളെ മൊത്തം ആദ്യം കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചു, പിന്നീട് ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ മൊത്തം ആദ്യം എങ്ങനെയാണ് തരംതിരിച്ചത്? കിങ്ഡംസ് ആയിട്ടാണ് അല്ലെ. ഇനി ഈ കോൾവൗസ് ഈ കിങ്ഡത്തിന് മുകളിൽ മറ്റൊരു ലെവൽ കൂടി കൊണ്ടുവന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കിങ്ഡത്തിന് മുകളിൽ എന്തുകൂടി വരുന്നു? മറ്റൊരു ലെവൽ. ആ ലെവലിനെ വിളിക്കുന്ന പേര് ഡൊമൈൻ എന്നാണ്. അപ്പം ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെയാണ് ജീവികളെ എന്ത് ചെയ്തിരിക്കുന്നത്? തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ കിങ്ഡത്തിന് മുകളിൽ, അതായത് 6 കിങ്ഡംസിന് മുകളിൽ ഒരു 3 ഡൊമൈൻ കൊണ്ടുവന്നു. ഏതൊക്കെയാണ് 3 ഡൊമൈൻസ്? ഒന്നെന്ന് പറയുന്നത് ഡൊമൈൻ ബാക്ടീരിയ, 2 ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. അപ്പൊ ഈ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? കോൾവൗസ് ആണ്. അതായത് കോൾവൗസിന്റെ അഭിപ്രായത്തിൽ കിങ്ഡത്തിന് മുകളിൽ മറ്റൊരു ലെവൽ കൂടി വരുന്നുണ്ട്. ആ ലെവലിനെ വിളിക്കുന്ന പേര് ഡൊമൈൻ. ഇതനുസരിച്ചിട്ട് മൊത്തം ജീവജാലങ്ങളെ എത്ര ഡൊമൈൻസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3 ഡൊമൈൻസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 ഡൊമൈൻസ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. ഇത് കൊണ്ടുവന്ന ആളാരാണ്? കോൾവൗസ് അല്ലെ. ഇനി അതുപോലെ തന്നെ ഈ 3 ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ ഡൊമൈൻ ബാക്ടീരിയ ഉണ്ട്, ആർക്കിയ ഉണ്ട്, യൂക്കാരിയ ഉണ്ട്. ഇനി ഈ ഡൊമൈന്റെ കീഴിലാണ് എന്ത് വരുന്നത്? കിങ്ഡംസ് വരുന്നത് അല്ലെ. അപ്പൊ ഈ 3 ഡൊമൈൻസിന്റെ കീഴിൽ എത്ര കിങ്ഡംസ് വരുന്നുണ്ട്? 6 കിങ്ഡംസ് വരുന്നുണ്ട് അല്ലെ. ഡൊമൈൻ ബാക്ടീരിയയുടെ കീഴിൽ വരുന്ന കിങ്ഡം ആണ് കിങ്ഡം ബാക്ടീരിയ. ഡൊമൈൻ ആർക്കിയയുടെ കീഴിലാണ് കിങ്ഡം ആർക്കിയ വരുന്നത്. ഇനി ഡൊമൈൻ യൂക്കാരിയ, യൂക്കാരിയ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്ന ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ്. ഡൊമൈൻ യൂക്കാരിയയിൽ വരുന്ന കിങ്ഡംസ് ആണ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അപ്പൊ ഈ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആരാണ്? കോൾവൗസ് ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം കിങ്ഡത്തിന് മുകളിൽ മറ്റൊരു ലെവൽ കൂടിയുണ്ട്. ആ ലെവലിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പൊ ആ ഡൊമൈൻസ് ഏതൊക്കെയാണ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. ഇനി ഈ ഡൊമൈനിന്റെ കീഴിലാണ് ഏത് ലെവൽ വരുന്നത്? കിങ്ഡം വരുന്നത്. കിങ്ഡംസ് എത്ര കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അദ്ദേഹം കൊണ്ടുവന്നത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഡൊമൈന് കീഴിൽ എത്ര കിങ്ഡംസ് വരുന്നു? 6 കിങ്ഡംസ്. ഏതൊക്കെയാണ് 6 കിങ്ഡംസ്? കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പൊ ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനും കൊണ്ടുവന്ന ആളാരാണ്? കോൾവൗസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം കിങ്ഡം മൊനീറയെ വീണ്ടും ക്ലാസിഫൈ ചെയ്തത്? ബാക്ടീരിയ, എല്ലാത്തരം ബാക്ടീരിയകളുടെയും സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന ഒരുപോലെയല്ല. ചിലയിനം ബാക്ടീരിയകൾക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാനായിട്ട് പറ്റൂലേ, കാരണം അവരുടെ സെൽ സ്ട്രക്ചറിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം കിങ്ഡം മൊനീറയെ വീണ്ടും 2 കിങ്ഡംസ് ആക്കി തിരിച്ചു. ഏതൊക്കെയാണ് ആ 2 കിങ്ഡംസ്? കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കിയ. ഇനി അത് വരുന്ന ഡൊമൈൻസ് ഏതൊക്കെയാ? കിങ്ഡം ബാക്ടീരിയ വരുന്ന ഡൊമൈൻ ബാക്ടീരിയ. ഇനി കിങ്ഡം ആർക്കിയ വരുന്ന ഡൊമൈൻ ആർക്കിയ. ഇനി ഡൊമൈൻ യൂക്കാരിയയിൽ വരുന്ന കിങ്ഡംസ് ഏതൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇനി നോക്കിക്കേ, ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എല്ലാത്തരം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ജീവികളാണ്. അതായത് ഇവർ യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്സ് ആണ്, ന്യൂക്ലിയസ് ഇല്ല. ഇവരുടെ സെൽ വാളിനകത്തിൽ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി ഫോം ചെയ്തിരിക്കുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. ഇതൊരു കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള ഒരു പോളിമർ ആണ്. സോയിലിൽ കാണാം, വാട്ടറിൽ കാണാം. അതുമല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിലും ഒക്കെ കാണാം. അതായത് രോഗങ്ങളൊക്കെ വരുത്തുന്ന ബാക്ടീരിയകളായിട്ടൊക്കെ കാണപ്പെടാം. ഇതിന് എക്സാമ്പിൾ ആണ് ഒന്ന് റൈസോബിയം. റൈസോബിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഈ റൂട്ട് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പയറ് ചെടികൾ പോലെയുള്ളവയുടെ വേരിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ഏതെന്ന് പറയുന്നത് റൈസോബിയം. അത് ഏതിന് എക്സാമ്പിൾ ആണ്? ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. ദെൻ വിബ്രിയോ കോളറെ എന്ന് പറയുന്നത് കോളറ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. അപ്പം നോർമൽ ബാക്ടീരിയയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? നോർമൽ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവര് യൂണിസെല്ലാർ ആണ്,
പ്രോകാരിയോട്സ് ആണ്. സെൽ വാൾ ഈസ് ഫോംഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ദെൻ അതുപോലെ തന്നെ ഇവരെവിടെയൊക്കെ കാണപ്പെടുന്നു? സോയില്, വാട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ജീവികളുടെ ശരീരം എന്നിവയിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾ റൈസോബിയം ആൻഡ് വിബ്രിയോ കോളറൈ. ദെൻ രണ്ടെന്ന് പറയുന്നത് ആർക്കിയ. ആർക്കിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സെൽ സ്ട്രക്ചറിലൊക്കെ എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇനി ഇവരും എങ്ങനെ തന്നെയാണ്? യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്സ് ആണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടും അല്ലെ. അതായത് ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകളിലോ അല്ലെങ്കിൽ സലൈനിറ്റി, ലവണത്വം ഒക്കെ കൂടുതലുള്ള പ്രദേശങ്ങൾ, ഉപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലോ ഒക്കെ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ആരെന്ന് പറയുന്നത്? ആർക്കിയ. ഇവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ കാണപ്പെടുന്നില്ല. ഇനി ഇതിന് എക്സാമ്പിൾ ആണ് തെർമോകോക്കസ്. തെർമോകോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ അല്ലെങ്കിൽ ചൂട് നീരുറവകളിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് തെർമോകോക്കസ്. ഹാലോ ബാക്ടീരിയ. ഹാലോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈനിറ്റി അല്ലെങ്കിൽ ലവണത്വം കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. മൂന്നെന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലാർ ആണ്. ഇവർ യൂകാരിയോട്സ് ആണ്. കാരണം ഇവർക്ക് എന്തുകൊണ്ട്? സെല്ലിനകത്തിൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഈ പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മിക്കവാറും എല്ലാവരും തന്നെ അക്വാറ്റിക് ആയിരിക്കും, വെള്ളത്തിൽ കാണപ്പെടുന്നവരാണ്. ഇനിയും ഇവർ മോട്ടയിലായിരിക്കും, സഞ്ചരിക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യൂഗ്ലീന തുടങ്ങിയവയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, പ്രോട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് അവരും യൂകാരിയോട്സ് ആണ്, ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഇവരെന്ന് പറയുന്നത് ഒന്നുകിൽ യൂണിസെല്ലുലാർ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഇനി ഇവരുടെ പ്രത്യേകത ഇവർക്ക് ക്ലോറോഫിലൊക്കെ ആബ്സെന്റ് ആണ്. ഇവരെന്ന് പറയുന്നത് മിക്കവാറും ഡീകമ്പോസേഴ്സ് ആയിരിക്കും. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഡിക്കെയിങ് ഡെഡ് ഓർഗാനിസംസ്, അതായത് മൃതാവശിഷ്ടങ്ങളൊക്കെ അഴുക്കാനായിട്ട് സഹായിക്കുന്ന ജീവികളാണ് ആരെന്ന് പറയുന്നത്? ഫംഗസുകൾ. ഈ ഫംഗസുകൾക്ക് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്, അതുപോലെ തന്നെ മഷ്റൂം, കൂണുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ഫംഗസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇവരൊക്കെ അഴുകിയ വസ്തുക്കളിലൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തത് കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ ഇവര് യൂകാരിയോട്സ് ആണ്. ഇവർക്ക് എന്തുകൊണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇവരെന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകത ക്ലോറോഫിൽ പ്രസന്റ് ആണ്. ക്ലോറോഫിൽ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയും. ഇവർ ഓട്ടോട്രോപ്സ് ആണ്, സ്വപോഷികളാണ് അല്ലെ. അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നോൺ മോട്ടയിലായിരിക്കും, സഞ്ചരിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഇനി ഓൾ ഗ്രീൻ പ്ലാന്റ്സ്, എല്ലാ തരത്തിലുള്ള ഹരിത സസ്യങ്ങളും ഏതിലാണ് വരുന്നത്? കിങ്ഡം പ്ലാന്റയിലാണ്. അടുത്തതെന്ന് പറയുന്നത് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ്. ഇവര് യൂകാരിയോട്സ് ആണ്, ന്യൂക്ലിയസ് ഉണ്ട്, ക്ലോറോഫിൽ ഒന്നുമില്ല, ക്ലോറോഫിൽ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ഇവര് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല, ഡിപെൻഡിങ് ഓൺ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇവര് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കും? ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ. ഇവര് മോട്ടയിലായിരിക്കും, അതായത് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അത് യൂണിസെല്ലുലാർ ആയിരിക്കും, പ്രോകാരിയോട്സ് ആയിരിക്കും, സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. സോയിലോ വാട്ടറിലോ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ശരീരത്തിലോ ഒക്കെ കാണപ്പെടുന്നു. എക്സാമ്പിൾ റൈസോബിയം, വിബ്രിയോ കോളറൈ. ദെൻ ആർക്കിയ. ആർക്കിയ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആൻഡ് പ്രോകാരിയോട്സ് ആണ്. സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആയിരിക്കും. എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ കാണപ്പെടുന്നു, അതായത് ഹോട്ട് സ്പ്രിങ്സിലോ സലൈനിറ്റി കൂടുതലുള്ള പ്രദേശങ്ങളിലോ ഒക്കെ കാണപ്പെടുന്നു. എക്സാമ്പിൾ തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയ തുടങ്ങിയവ. കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്സ് ആണ്. മിക്കവാറും എല്ലാവരും അക്വാറ്റിക് ആയിരിക്കും, മോട്ടയിലായിരിക്കും. എക്സാമ്പിൾ അമീബ, പാരമീസിയം എക്സെട്ര. ദെൻ ഫഞ്ചൈ. ഫഞ്ചൈ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ദെൻ ഇവര് യൂകാരിയോട്സ്, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ക്ലോറോഫിലൊക്കെ ആബ്സെന്റ് ആയിരിക്കും. ഇവര് ഡീകമ്പോസേഴ്സ് ആയിരിക്കും, മിക്കവാറും എല്ലാവരും തന്നെ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകരായിരിക്കും, അതായത് മൃതാവശിഷ്ടങ്ങളെയൊക്കെ അഴുക്കാനായിട്ട് സഹായിക്കുന്നു. എക്സാമ്പിൾ ഈസ്റ്റ്, മഷ്റൂം തുടങ്ങിയവ. കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ ഇവർ യൂകാരിയോട്സ് ആണ്. ദെൻ ഇതിനകത്തിൽ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ് വരാം. ദെൻ അതുപോലെ തന്നെ ഇവര് ക്ലോറോഫിൽ പ്രസന്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഓട്ടോട്രോപ്സ് ആണ്. ഓൾ ഗ്രീൻ പ്ലാന്റ്സ്, എല്ലാ ഗ്രീൻ പ്ലാന്റ്സും ഇതിലാണ് വരുന്നത് കിങ്ഡം പ്ലാന്റേ. ദെൻ കിങ്ഡം അനിമേലിയ. അനിമേലിയ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എല്ലാ ആനിമൽസും മൾട്ടി സെല്ലുലാർ ആയിരിക്കും, യൂകാരിയോട്സ് ആണ്, പിന്നെ ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് മറ്റ് ജീവികളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇവര് ജീവിക്കുന്നത്. ഹെറ്ററോട്രോപ്സ് ആണ്, മോട്ടയിൽ അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള മൾട്ടി സെല്ലുലാർ ആനിമൽസും ഏതിലാണ് വരുന്നത്? കിങ്ഡം അനിമേലിയയിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. അപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്